വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ച ഇന്ത്യ മുന്നണിക്കുള്ള പ്രഹരമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ദുരന്തം കഴിഞ്ഞ് 4 മാസത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ദുരന്തത്തെ ഇരയായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടത്തിയ ഹർത്താൽ, ആ ഹർത്താലിൻ്റെ സാധുതയെയും ഹർത്താലിൻ്റെ ആവശ്യകതയെയും അടക്കം ഹൈക്കോടതി വിമർശിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കണക്കുകൾ പോലും സമർപ്പിച്ചത് നവംബർ മാസം 13-ാം തീയതിയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിനു മുൻപ് കേന്ദ്ര സംഘം വയനാട് സന്ദർശിച്ചതിന് ശേഷം നവംബർ 16-ാം തീയതി ഉന്നതാധികാര സമിതി ചേർന്ന് 153 കോടി രൂപ അനുവദിച്ചത് മറച്ചുവെച്ചുകൊണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ സമീപനം ജനങ്ങളെ എത്രമാത്രം കബളിപ്പിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചത് മറച്ചുവെച്ചുകൊണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഇടതുപക്ഷ മുന്നണിയുടെ അല്പത്വത്തെയും ദുരന്തത്തെ ഏതൊക്കെ തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അവർ തയ്യാറാണ് എന്നുള്ളതിനെയും സൂചിപ്പിക്കുക. മാത്രമല്ല, എന്തുകൊണ്ട് 4 മാസക്കാലം ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കണക്കുകൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചു? അത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി, പ്രിയങ്ക ഗാന്ധിക്ക് അവസരമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ? കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഈ 2 കൂട്ടരും. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട്, ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന് അറിഞ്ഞുകൊണ്ട്, ആ ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വിമർശനം ഉന്നയിക്കാനുള്ള ഒരു വാദമുഖം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു വാദമുഖം സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം ഈ കണക്കുകൾ സമർപ്പിക്കാൻ വൈകിച്ചതാണോ എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. കാരണം ഈ കണക്കുകൾ സമർപ്പിച്ചത് ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ്, നവംബർ മാസം 13-ാം തീയതി. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട്, ഇടതുപക്ഷത്തോട്, കോൺഗ്രസ് നേതൃത്വത്തോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഈ നീതി നിഷേധം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ജനങ്ങളെ കബളിപ്പിക്കാനും ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാനും വേണ്ടി നടത്തുന്ന ആ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് മുനമ്പം പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സംസ്ഥാന മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം വിളിച്ചു കൂട്ടിയതായിട്ടാണ് അറിയുന്നത്. മുനമ്പത്ത് ഒരു സമവായം ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ സമവായത്തിൻ്റെ അർത്ഥം അവിടെ വഖഫ് ഭൂമിയാണ് എന്ന് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അതിന് നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ് നീക്കമെങ്കിൽ, ഈ രാജ്യത്തെ നികുതിദായകൻ്റെ പണം, ആ പണം വഖഫ് ഭൂമിക്ക് വേണ്ടി എന്നുള്ള വാദമുയർത്തുന്ന ആളുകൾക്കൊക്കെ നഷ്ടപരിഹാരം നൽകാൻ ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള നികുതിദായകരോടുള്ള വെല്ലുവിളിയാണ്. ഒരു മതത്തിന് വേണ്ടിയിട്ട് നികുതിദായകൻ്റെ പണം ഉപയോഗിക്കുന്നത് യാതൊരു നിയമത്തിൻ്റെ മുന്നിൽ ഒരു പ്രാബല്യവുമില്ലാത്ത വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നികുതിദായകൻ്റെ പണം ഈ തരത്തിൽ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ള പ്രവണതയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ
ആ നീക്കങ്ങൾ നീതിയുടെ സാമാന്യ നീതിക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അന്യായമായിട്ട് വഖഫ് ഭൂമി എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ അവകാശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്ന ധീവരരായിട്ടുള്ള ലത്തീൻ സമുദായക്കാരായിട്ടുള്ള ആളുകളുടെ ഭൂമിയിലുള്ള അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് കൈക്കൊള്ളേണ്ടത്. വഖഫ് ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം, ആ നീക്കത്തെ പിന്തുണയ്ക്കാൻ ഇനിയെങ്കിലും ഇന്ത്യ മുന്നണിക്കാർ തയ്യാറാകുമോ എന്നുള്ളതുമാണ് എനിക്ക് ചോദിക്കാൻ.